അപ്പൊ നമ്മൾ ഇന്ന് ഒരു ബ്രൈഡൽ സെറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. ഞാൻ കുറച്ച് 2-3 മാലാസ് എടുത്തിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ ഫുള്ളി ഒരു സെറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് എങ്ങനെയായിരിക്കും വരുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മളിതാ ഏറ്റവും ലാസ്റ്റിലത്തെ ലോങ് മാലയായിട്ട് ഈ ഒരു ലക്ഷ്മി ഡിസൈനിലെ ലക്ഷ്മി പെൻഡന്റ് വരുന്ന ഈ ഒരു ലോങ് ഹാരമാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് സിമ്പിൾ ആൻഡ് എലഗൻ്റ് ആയിട്ടുള്ള ഒരു ലോങ് ഹാരമാണ്. ഭയങ്കര രസമാണ് ഈ ഒരു മാല കാണാൻ വേണ്ടിയിട്ട്. ഫുള്ളി റൂബി സ്റ്റോണിലാണ് ഈ ഒരു മാല വന്നേക്കുന്നത്. ഇതിൻ്റെ ചെയിനാണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഭയങ്കര എലഗൻ്റ് ആയിട്ടുള്ള ചെയിനാണ് വന്നേക്കുന്നത്. ഇവിടെ നമുക്ക് ലക്ഷ്മി പാറ്റേണും വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏറ്റവും ലാസ്റ്റിലത്തെ മാലയായിട്ട് ഇത് ഇട്ട് നോക്കാം. അടുത്തത് നമ്മൾ സെക്കൻഡ് ആയിട്ട് കൊടുക്കുന്നതും അത്യാവശ്യം ഒരു ലെങ്തി ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് ഇത്. അപ്പോൾ ഈ ഒരു പീസ് മാത്രം നമ്മൾ സെക്കൻഡിൽ കൊടുത്തിട്ട് ഏറ്റവും ടോപ്പിൽ ഒരു നെക്ക് പീസ് മാത്രം കൊടുത്ത് നിർത്താനാണ്. അപ്പോൾ 3 പീസസിൽ വരുന്ന എലഗൻ്റ് ആയിട്ടുള്ള ഒരു സെറ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇതും കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഒരു ഐറ്റം എടുത്തേക്കുന്നത്. ഇതിലെന്ന് പറയുന്നത് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ പെൻഡന്റ് പോർഷൻ ആണ്. ഫുള്ളി വർക്ക് വരുന്ന ഒരു പാറ്റേൺ ആണ്. മിക്സഡ് സ്റ്റോണിലാണ് ഈ ഒരു ഡിസൈൻ വന്നേക്കുന്നത്. ഫൈനലി നമ്മളിതാ ഈ ഒരു മാല സെക്ഷനിൽ കൊണ്ടുവന്നേക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നെക്ക് പീസ് ആണ്. സെയിം ഫുൾ റൂബി കോൺസെപ്റ്റ് തന്നെയാണ് നമ്മൾ ഏറ്റവും ടോപ്പിലും ഏറ്റവും ലോവിലും കൊടുത്തേക്കുന്നത്. മിഡിലാണ് നമ്മൾ മിക്സഡ് ആയിട്ടുള്ള ഷെയ്ഡ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലക്ഷ്മി പെൻഡന്റ് വന്നിട്ട് സൈഡിൽ ഫുൾ ഒരു പീകോക്ക് ഡിസൈൻ ആണ് വന്നേക്കുന്നത്. അപ്പം ഇതും കൂടി നമുക്ക് ഇട്ട് നോക്കാം. പിന്നെ നമ്മൾ ആ ഒരു നെക്ക് പീസിന്റെ മാച്ചിങ് ആയിട്ടുള്ള സെയിം കുഞ്ഞു ജിംക്കയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ കൂടുതലും നമ്മൾ വലിയ ജിംക്കയാണ് ബ്രൈഡ്സിന് പ്രിഫർ ചെയ്യുന്നത്. പക്ഷെ കുഞ്ഞു ജിംക്കാസ് ഈ ഒരു ബ്രൈഡൽ സെറ്റിന്റെ കൂടെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഫുൾ റൂബിലോ വന്നേക്കുന്ന ഒരു മീഡിയം സൈസിലുള്ള ഒരു ജിംക്ക നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ആ ഒരു സെറ്റിന്റെ ഫൈനൽ ലുക്ക് കണ്ടാലോ?